ഹായ് ഫ്രണ്ട്സ്, നൗറാസ് ഫുഡ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. നെയ്ച്ചോറ് വെക്കാൻ എല്ലാവർക്കും അറിയായിരിക്കാം, പക്ഷേ ഇത് കുക്കറിലാണ് വെക്കുന്നത്. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കി എടുക്കാം. ആദ്യം നമുക്കൊരു കുക്കർ അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. അതിലേക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പട്ടയും 2 തക്കോലം, ഒരു 4-5 ഗ്രാമ്പു, 2 ഏലക്ക എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്കൊരു രമ്പ ഇലയോ ബിരിയാണി ഇല അല്ലെങ്കിൽ വയന ഇല എന്നാണ് അറിയപ്പെടുന്നത്, അതോ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറിന് നല്ല മണം കിട്ടും. ഒരു ചെറിയ ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്കിതിലേക്ക് നെയ്ച്ചോറിന് ആവശ്യമുള്ള അരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. ഏത് അരി വേണമെങ്കിലും നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. 10 മിനിറ്റ് സോക്ക് ചെയ്ത ശേഷം നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ അരി ആഡ് ചെയ്യുന്നത്. ഇനി ഒരു 5 മിനിറ്റ് നേരം അരി നന്നായിട്ട് വറുത്തെടുക്കാം. ഇങ്ങനെ വറുത്തെടുക്കുന്നതുകൊണ്ട് അരിക്ക് പശ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. ഇനി നമുക്ക് അരിക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അരിയുടെ ഇരട്ടി തിളച്ച വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത്. ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഈ സമയത്ത് നമുക്കൊരു നാരങ്ങ കൂടി ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഇതുകൊണ്ടുള്ള പ്രയോജനം ചോറുകൾ തമ്മിൽ ഒട്ടുന്നത് മാറിക്കിട്ടും. ഈ സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഒരു വിസിൽ കേൾക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതൽ കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ചോറെല്ലാം വെന്ത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഒരു വിസിൽ കേൾക്കുന്നവരെ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. നമ്മുടെ കുക്കറിൽ വിസിൽ കേൾക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് പ്രഷറൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. കുക്കർ ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ നമ്മൾ വലിയ സ്പൂണുകളൊന്നും ഇട്ട് ഇളക്കി കൊടുക്കരുത്. ചെറിയൊരു ഫോർക്ക് വല്ലതും വെച്ച് മാത്രം ഇളക്കിയെടുക്കാം. നമ്മുടെ ചോറിപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള മല്ലിയിലയും പുതിനയിലയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച സവാളയും കിസ്മിസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് നേരം നന്നായിട്ട് മൂടി വയ്ക്കാം. അതിനുശേഷം മാത്രമാണ് നെയ്ച്ചോറ് സെർവ് ചെയ്യേണ്ടത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതിയാകും. നമുക്ക് കുക്കറിൽ നല്ല നെയ്ച്ചോറ് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അരിയുടെ ഇരട്ടി വെള്ളം ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വിസിൽ മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.